ഇപ്പോൾ തിരുമല വാർഡ് കൗൺസിൽ തിരുമലയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അനിൽകുമാർ നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ അനിൽ, അങ്ങ് BJP-യുടെ നേതാവാണ്, നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗുരുതര പ്രതിസന്ധി ഉണ്ടായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതിഷേധമൊന്നും ഉണ്ടാകാതെ പോകുന്നത്? റെയിൽവേയുടെ പണിയായതുകൊണ്ടാണോ? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ് ആയതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് നഗരസഭയ്ക്ക് ഭരണപ്രതിപക്ഷം ഒക്കെ മാറ്റിവെക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകും ഈ പണി നടക്കുമ്പോൾ അതിനൊരു ബദൽ ക്രമീകരണം ഏർപ്പെടുത്തണം എന്നൊരു ആലോചന നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ പോയത്? അല്ല, നോക്കൂ, ഇത് ആരുടെ കുഴപ്പമാണ്? 2 മാസം മുമ്പ് റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം പണികൾ പൂർത്തീകരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് റെയിൽവേ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് നഗരസഭയും റെയിൽവേ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഹാലിളകി ജനങ്ങളെയാകെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. ഞാനൊരു ജനപ്രതിനിധിയായിട്ട് ഇന്നലെ രാത്രി 2 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ജനപ്രതിനിധികൾ കുത്തിയിരിക്കുകയാണ് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്. ഇന്നലെ ഉച്ചയ്ക്ക് PTP നഗറിലുള്ള AXയുടെ ഓഫീസ് ഉപരോധിച്ചപ്പോൾ 1 ടാങ്കർ വെള്ളമാണ് തന്നത്. ഇത്തരം വലിയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്യാനുള്ള ഈ ഭരണാധികാരികൾ എന്താ ചെയ്തിരിക്കുന്നത്? ജനങ്ങളെയാകെ ബുദ്ധിമുട്ടിച്ച്, ജനങ്ങളെയാകെ പൊറുതിമുട്ടിച്ച്, ജനങ്ങളെയാകെ വലച്ച ഒരു സാഹചര്യമല്ലേ ഈ നഗരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇവിടെ നഗരസഭയിലെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിന് ഏറെക്കുറെ അത്ര ഒപ്പം തന്നെ ശക്തിയുണ്ട് പ്രതിപക്ഷത്തിന് നഗരസഭയിൽ. പ്രതിപക്ഷം മനസ്സിലാക്കിയതില്ലേ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാകും, ഇത് ചെയ്യണം, ഇങ്ങനെ ഒരു ബദൽ മാർഗം വേണം, അങ്ങനെ ചൂണ്ടിക്കാണിച്ചിരുന്നോ? ഈ ഗൗരവം നഗരസഭയ്ക്ക് മനസ്സിലാകാതെ പോയതാണോ? നഗരസഭയിൽ ഈ കുടിവെള്ളം എത്തിക്കുന്നതിന്റെ നഗരത്തിലെല്ലാം എപ്പോഴും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ട് നഗരസഭയുടെ എല്ലാ കൗൺസിലറുകളും ശക്തമായി വാദിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. പറയുന്നത് 68 ടാങ്കറുകൾ നഗരസഭയിൽ അറ്റാച്ച് ചെയ്ത് ഓടുന്നതാണ് പറയുന്നത്. എവിടെയാണ് ടാങ്കറുകൾ? ഇവിടെ സ്വകാര്യ ടാങ്കറുകൾക്കെല്ലാം തന്നെ പണമുണ്ടാക്കാൻ വേണ്ടി നഗരസഭ ഒത്താശയല്ലേ? ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? ഒരു അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യം നിറഞ്ഞ സംസാരവും പ്രവർത്തിയുമല്ലേ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്? ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടുത്തെ വെള്ളം കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു പ്രവർത്തനം നടക്കുന്നു, അല്ലെങ്കിൽ പണി നടക്കുന്നു, സമീപ ജില്ലകളിൽ നിന്ന് കുറച്ച് ടാങ്കറുകളെങ്കിലും വാടകയ്ക്ക്. ശരി, ശബ്ദത്തിൽ എന്തോ ഒരു അവ്യക്തതയുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ അനിൽ, നന്ദി. പക്ഷേ എങ്കിലും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ റോൾ എന്താണ്? പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒന്നുമല്ല. ഇവിടെ നഗരസഭയിൽ ഒരു കാര്യം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത തരത്തിലാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രവർത്തനം എന്നത് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. നഗരസഭയുമായി ബന്ധപ്പെട്ട് വളരെ അപൂർവമായി ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നഗരത്തിൻ്റെ വിവിധങ്ങളിൽ, അവർ പ്രാദേശികമായ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത്. അല്ലാതെ പൊതുവിൽ നഗരസഭയൊക്കെ ചെറിയ താഴെത്തട്ടിലെ കാര്യമല്ലേ എന്ന നിലയിൽ വലിയ വൈറ്റ് കോളർ സംവിധാനത്തിൽ വലിയ നേതാക്കളായി നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരം. അവരാരും ഇടപെടുന്നില്ല. പോട്ടെ, നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷമായ BJP-യുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഈ കുടിവെള്ള പ്രശ്നത്തിൽ ഉണ്ടായിട്ടില്ല